ഹലോ എവരിവൺ, ഏവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശിഷ് ജോസംവാട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന അടിപൊളി ഒരു ഫിസിയോളജി ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നീറ്റിന്റെ എക്സാമിന് നമുക്കൊരു 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. നമ്മൾ ചാപ്റ്ററിന്റെ ആരംഭത്തിൽ തന്നെ ലോക്കോമോഷനും മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എനി മൂവ്മെന്റ് ഈസ് എ മൂവ്മെന്റ്. ഇപ്പൊ ഞാൻ എന്റെ കൈ മൂവ് ചെയ്യാണ്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷണൽ മൂവ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പോയിന്റ് എയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പോയിന്റ് ബിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോയിന്റ് സിയിലേക്ക് പോകുന്നു. സോ 2 പോയിന്റിലേക്ക് മാറുന്നു വരുന്നു. ഇതാണ് എന്ത്? ലോക്കോമോഷൻ എന്ന് പറയുന്നത്. സോ ലൊക്കേഷണൽ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലോക്കോമോഷൻ. അപ്പൊ നമുക്ക് പറയാം, എല്ലാ ലോക്കോമോഷനും ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ആണ്. പക്ഷെ എല്ലാ മൂവ്മെന്റ് എന്നല്ല, ലോക്കോമോഷൻ അല്ല. ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ്, ബട്ട് ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, മരം കയറാൻ പറ്റും, നീന്താൻ പറ്റും, ബേർഡ്സിനൊക്കെ ആണെങ്കിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള ലോക്കോമോട്ടറി മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലോക്കോമോഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ആണ്. മസിൽസ് ലോക്കോമോട്ടറി മൂവ്മെന്റിന് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പല രീതിയിലുള്ള മൂവ്മെന്റ്സിലേക്ക് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മസിൽസിനെ അതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്ത് നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. വിച്ച് ആർ സ്കെൽറ്റൽ മസിൽസ്. സ്കെൽറ്റൽ മസിൽസ് എന്തുമായിട്ടായിരിക്കും? സ്കെൽറ്റൻ ആയിട്ടായിരിക്കും. ഏത് സ്കെൽറ്റൻ? ബോൺ. ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺ. ഈ സ്കെൽറ്റൽ മസിൽസിനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ട്രൈപ്പുകൾ കാണാൻ പറ്റും. ഇതുപോലെയുള്ള സ്ട്രൈപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. സോ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള മസിൽസ് ആണ്? ദേ ആർ സ്ട്രയേറ്റഡ് മസിൽസ്. സ്ട്രയേഷൻസ് ഉണ്ട്, വരകൾ പോലെ, ബാൻഡുകൾ കാണാൻ പറ്റും. ഇനി അവർ മാത്രമാണ് വോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ്. ദ ഓൺലി മസിൽസ് വിച്ച് ക്യാൻ ബി വോളണ്ടറി, ഇന്റൻഷനലി, ബോധപൂർവ്വം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏക മസിൽ എന്ന് പറയുന്നത് ഏത് മസിൽസ് ആണ്? സ്കെൽറ്റൽ മസിൽസ്. വിസറൽ മസിൽസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിന്റെ അവിടെ ആയിരിക്കും കാണുന്നത്. വിസറ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇന്റേണൽ എന്നാണ്. വിസറ ഇന്റേണൽ ഓർഗൻസിന് ചുറ്റും കാണും. ഏതൊക്കെ ഇന്റേണൽ ഓർഗൻസ്? ഹോൾ ഓർഗൻസ് ലൈക്ക് ഡൈജസ്റ്റീവ് ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഈവൻ നമ്മുടെ ബ്ലഡ് വെസൽസിലുണ്ട്. ബ്ലഡ് വെസൽസിന്റെ വോൾസിൽ ഇവരെ കാണാൻ പറ്റും. ഏതൊക്കെ ബ്ലഡ് വെസൽസ്? ആർട്ടറീസ് ഉണ്ട്, അതേപോലെ തന്നെ വെയിൻസ് ഉണ്ട്. കാപ്പിലറിയിൽ പറയാൻ പറ്റൂല. സോ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്നുണ്ട് വിസറൽ മസിൽസ്. പിന്നെ അവരെന്തിനാ നമ്മൾ സ്മൂത്ത് എന്ന് വിളിക്കുന്നത്? അവർ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ടാണ്? അല്ല. അവരെന്തുകൊണ്ട് നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നത്? അവരെ നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം അവർക്ക് എന്തില്ല? നോ സ്ട്രയേഷൻസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, സ്ട്രൈപ്പ് ഇല്ല. സ്ട്രൈപ്പ് ഇല്ല എന്ന ഒറ്റ അർത്ഥം മാത്രമേ അതിനുള്ളൂ. സ്ട്രയേഷൻസ് ഇല്ല എന്ന ഒറ്റ അർത്ഥം മാത്രമേ അതിനുള്ളൂ. നൗ കാർഡിയാക് മസിൽസ് എവിടെയാണ് കാണുന്നത്? കാർഡിയാക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹാർട്ടിൽ കാണുന്നതാണ്. ഇവരും സ്ട്രയേറ്റഡ് ആണ്. സോ സ്ട്രയേറ്റഡ് ആയിട്ടുള്ള 2 സെറ്റ് ഓഫ് മസിൽസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? സ്കെൽറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും. സ്കെൽറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും. സ്ട്രയേഷൻ ഇല്ലാത്ത ഒരു മസിലേ ഉള്ളൂ. അതേത് മസിൽ? സ്മൂത്ത് മസിൽ, ഓൾസോ നോൺ ആസ് വിസറൽ മസിൽസ്. ഇനിയും കാർഡിയാക് മസിൽസ് ഇൻവോളണ്ടറി ആണ്. അപ്പൊ ഇൻവോളണ്ടറി ആയിട്ടുള്ള 2 മസിൽ പഠിച്ചു. ഏതൊക്കെ? കാർഡിയാക്കും സ്മൂത്തും. വോളണ്ടറി ആയിട്ടുള്ള ഒരു മസിലേ ഉള്ളൂ. അതേത് മസിൽ? സ്കെൽറ്റൽ മസിൽ. Another differentiating factor is that cardiac muscles ബ്രാഞ്ച് ഉണ്ട്. സോ ബ്രാഞ്ച് ഉള്ള ഒരു മസിലേ ഉള്ളൂ. അതേത് മസിൽ? കാർഡിയാക് മസിൽ. എവിടെ മാത്രമേ കാണത്തുള്ളൂ? ഹാർട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി മസിലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മസിൽസിന്റെ ഉള്ളില് ഇതുപോലെയുള്ള ബണ്ടിൽസിനെ കാണാൻ പറ്റും. ഇതുപോലെയുള്ള ബണ്ടിൽസിനെ വിളിക്കുന്ന പേരാണ് മസിൽ ബണ്ടിൽ അല്ലെങ്കിൽ ഫാസിക്കിൾസ്. ഇനിയും അതിന്റെ ഉള്ളില് നമുക്ക് സെല്ലുകളെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? സെല്ലുകളെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ നമുക്ക് സെല്ലുകളെ കാണാൻ പറ്റും. ഈ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മസിൽ ഫൈബേഴ്സിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് വി ക്യാൻ ആക്ച്വലി സേ ദേ ആർ മയോഫിലമെന്റ്സ് ഉണ്ട്. മസിൽ ഫൈബർ ആയിട്ടുള്ള സെല്ലിനുള്ളിൽ എന്തുണ്ട്? മയോഫിലമെന്റ്സ് ഉണ്ട്. ഈ മയോഫിലമെന്റ്സ് തന്നെ 2 ഉണ്ട്. ഒരു തിൻ ഫിലമെന്റും ഉണ്ട്, തിക്ക് ഫിലമെന്റും ഉണ്ട്. തിൻ ഫിലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതാണ് തിൻ എന്ന് പറയുന്നത്. തിൻ ഫിലമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റിൻ എന്ന് പറയും. ആക്റ്റിൻ ഫിലമെന്റ്. ആൻഡ് തിക്ക് ഫിലമെന്റ് ഉണ്ട്. തിക്ക് ഫിലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോസിൻ എന്ന് പറയും. തിക്ക് ഫിലമെന്റ് ഏതാണ്? മയോസിൻ. തിൻ ഏതാണ്? ആക്റ്റിൻ. ഓക്കെ, ഇവരിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറേഞ്ച് ചെയ്തേക്കുന്നേ. ഇതില് തിക്ക് ഫിലമെന്റ് കാണുന്ന സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ബാൻഡ്. തിക്ക് ഫിലമെന്റ് കാണുന്ന ഡാർക്ക് റീജിയൻ, ഈ ഒരു ഭാഗം.
അതിനെ വിളിക്കുന്ന പേരാണ് എ ബാൻഡ്. ഇനി ശ്രദ്ധിച്ചു നോക്കി, തിൻ ഫിലമെന്റ് മാത്രം കാണുന്ന സ്ഥലമല്ലേ, അവർ മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഈ ഒരു ഭാഗം, കുറച്ച് ലൈറ്റാ ഈ ഒരു ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് ഐ ബാൻഡ്. ഐ ബാൻഡിൽ ആര് മാത്രമേ ഉള്ളൂ? തിൻ ഫിലമെന്റ് മാത്രമേ ഉള്ളൂ. ആരെ തിൻ ഫിലമെന്റ്? ആക്റ്റിൻ. എ ബാൻഡിൽ ആരുണ്ട്? മയോസിൻ ഉണ്ട്. മയോസിൻ ഉണ്ട്, കുറച്ച് ആക്റ്റീവ് ഫിലമെന്റ് ഉണ്ട്. ദെൻ ഈ എ ബാൻഡ് ആണ് ഡാർക്ക് ബാൻഡ്, ഐ ബാൻഡ് ആണ് ലൈറ്റ് ബാൻഡ്. ഓക്കെ, രണ്ട് സീ ലൈൻസിന്റെ ഇടയിലുള്ള സ്ഥലമാണ് സാർക്കോമിയർ. എന്താ സീ ലൈൻ? ആക്റ്റീവ് ഫിലമെന്റ് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസഡ് ലൈൻ അല്ലെങ്കിൽ സീ ലൈൻ. ആക്റ്റീവ് ഫിലമെന്റ് അറ്റാച്ച് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ഇസഡ് ലൈൻ. സോ മസിലെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. അതായത് സാർക്കോമിയർ കോൺട്രാക്ട് ചെയ്യും. എന്തുകൊണ്ട് കോൺട്രാക്ട് ചെയ്യുന്നത്? ആക്റ്റീവ് ഫിലമെന്റ് ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്യും. ആക്റ്റീവ് ഫിലമെന്റിന് ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്യും. അപ്പം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സീ ലൈൻ, ദാറ്റ് ഈസ് സാർക്കോമിയർ, ചെറുതാവും. അത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ഔട്ട് ചെയ്യും. സോ മസില് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, മസില് കോൺട്രാക്ട് ചെയ്തില്ലേ, മസില് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആക്റ്റിൻ എന്ത് ചെയ്യും? സ്ലൈഡ് ഇൻ ചെയ്യും. ആൻഡ് മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആക്റ്റിൻ എന്ത് ചെയ്യും? സ്ലൈഡ് ഔട്ട് ചെയ്യും. അപ്പം ആക്റ്റിന്റെ തിൻ ഫിലമെന്റ് തിക് ഫിലമെന്റ് മേളിലോട്ട് സ്ലൈഡ് ഇൻ ചെയ്യുന്നു, സ്ലൈഡ് ഔട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ തിയറീനെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. ഏത് ഫിലമെന്റാ സ്ലൈഡ് ചെയ്യുന്നത്? തിൻ ഫിലമെന്റ് സ്ലൈഡ്സ് ഓവർ തിക് ഫിലമെന്റ്. അതുകൊണ്ട് മസിൽ കോൺട്രാക്ട് ചെയ്യും. സ്ലൈഡ് ഔട്ട് ചെയ്യുമ്പോൾ മസിൽ റിലാക്സ് ചെയ്യും. നീളം കൂടും, കുറയുമ്പോൾ കോൺട്രാക്ട് ചെയ്യും, അല്ലാത്തപ്പം റിലാക്സ് ചെയ്യും. അത്രേ ഉള്ളൂ സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. നൗ സ്കെൽറ്റൽ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ ബോഡിയിലെ സ്കെൽറ്റൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്കെൽറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി പോകുന്നത്. വി ആർ ഡിവൈഡിങ് ദ സ്കെൽറ്റൽ സിസ്റ്റം ഇൻടു ടു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ഇത് ഞാനാണല്ലോ, എന്റെ ബോഡിയിലൂടെ ഒരു ഇമാജിനറി സെൻട്രൽ ലൈൻ എന്ന് വരച്ചേ, ഒരു സെൻട്രൽ ആക്സിസ് വരച്ചേ, നടുക്കൂടെ ഒരു ആക്സിസ് വരച്ചേ. ആ ആക്സിസ് പോകുന്ന സ്ഥലത്തുള്ള സ്കെൽറ്റനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ സ്കെൽറ്റൻ. സോ നമുക്ക് ആകെ 206 ബോൺസ് ആണല്ലോ ടോട്ടലി ഉള്ളത്. ഈ 206 ബോൺസിൽ 80 ബോൺസ് ഈ സെൻട്രൽ ആക്സിസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന ബോൺസിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ സ്കെൽറ്റൻ. ബാക്കിയെല്ലാം അപ്പെൻഡിക്കുലർ സ്കെൽറ്റൻ. ഓക്കെ, അതിൽ ഏതൊക്കെയുണ്ട്? സ്കൾ ബോൺസ് ഉണ്ട്. സ്കൾ ബോൺസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ പറയുന്നത് 8 ക്രേനിയൽ ബോൺസും 14 ഫേഷ്യൽ ബോൺസും. ഇവിടെയുള്ള 14 ഫേഷ്യൽ ബോൺസും ക്രേനിയത്തിലുള്ള ബ്രെയിൻ ബോക്സിലുള്ള 8 ക്രേനിയൽ ബോൺസും. ദെൻ നമ്മുടെ ഈ ഒരു മൗത്തിന്റെ ഈ ഒരു ഭാഗത്ത് യു ഷേപ്പിൽ ഒരു ബോൺ ഉണ്ട്. ആ യു ഷേപ്പിലുള്ള ബോണിന്റെ പേരാണ് ഹയോയിഡ് ബോൺ. ഒരു സിംഗിൾ ഹയോയിഡ് ബോൺ ഉണ്ട്. ചെവിയുടെ ഉള്ളിലാണ് ഏറ്റവും ചെറിയ ബോണുകൾ കാണുന്നത്. ദേ ആർ മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പസ്. ഇവിടെ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പസ്, ഇവിടെ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പസ്. അപ്പോൾ 3 + 3 6 ബോൺസ് ആയി. ദെൻ നമ്മുടെ വെർട്ടിബിൾ കോളത്തിലേക്ക് വരുന്ന സമയത്ത്, അതാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. വെർട്ടിബിൾ കോളത്തിൽ നമ്മുടെ നെക്കിന്റെ അവിടെയുള്ള റീജിയനിലുള്ള വെർട്ടിബിൾ ബോൺസിന്റെ എണ്ണമാണ് 7. അത് മിക്ക മാമൽസിനും 7 ആണ്. മിക്ക മാമൽസിനും അത് എത്രയാണ്? 7 തന്നെയാണ്. സോ 7 സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട്. പിന്നെ നമ്മുടെ തൊറാസിക് റീജിയനിലുള്ള വെർട്ടിബ്രേനെ വിളിക്കുന്ന പേരാണ് തൊറാസിക് വെർട്ടിബ്രേ. അത് എത്രയുണ്ട്? 12. ഇനി ലോവർ അബ്ഡോമിനിലേക്ക് വരുന്നതനുസരിച്ച്, താഴോട്ട് വരുന്നതനുസരിച്ച് വി ക്യാൻ സേ ലംബാർ 5 ഉണ്ട്. ദെൻ സാക്രം 1 ഉള്ളൂ. ആൻഡ് കോക്സി അല്ലെങ്കിൽ കോക്സീജൽ വെർട്ടിബ്രേ, അതിനെ വിളിക്കുന്ന പേരാണ് ടെയിൽ ബോൺ. അപ്പൊ നമുക്ക് പറയാലോ, മനുഷ്യന് ടെയിൽ ഇല്ല, പക്ഷെ എന്തുണ്ട്? ടെയിൽ ബോൺ ഉണ്ട്. ടെയിൽ ബോൺ ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ബോഡിയിലുള്ള വെർട്ടിബ്രേസിനെ മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് കഴുത്തിന്റെ അവിടെയുള്ള വെർട്ടിബ്രേ ദേ ആർ 7 ഇൻ നമ്പർ. തൊറാസിക് വെർട്ടിബ്രേ 12 ആയി, ലംബാർ 5 ആയി, സാക്ര 1, കോക്സി 1. കോക്സിയുടെ മറ്റൊരു പേര് ടെയിൽ ബോൺ. മൊത്തത്തിൽ 26 വെർട്ടിബ്രേ. ദെൻ നമ്മുടെ ഇവിടെയുള്ള ചെസ്റ്റ് ബോൺ ഇല്ലേ, ചെസ്റ്റ് ബോൺ, ഈ ചെസ്റ്റ് ബോണിന്റെ പേരാണ് സ്റ്റേർണം. ദിസ് ഇസ് ദ സ്റ്റേർണം, സിംഗിൾ സ്റ്റേർണം, ഒറ്റ സ്റ്റേർണേ ഉള്ളൂ. ദെൻ വി ഹാവ് റിബ്കേജ്. റിബ്കേജ് ആണ് നമ്മുടെ വാരിയൽ എന്ന് പറയുന്നത്. റിബ്കേജിനെ നമ്മൾ 3 സെറ്റായിട്ട് തരംതിരിക്കുന്നത്. ആദ്യത്തെ 7 പേരെ വിളിക്കുന്നത്, 7 പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ട്രൂ റിബ്സ്. അവർ സ്റ്റേർണുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. പിന്നെയുള്ള 3 പേഴ്സിനെ വിളിക്കുന്ന പേരാണ് 8, 9, 10 പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫാൾസ് റിബ്സ്. അവർ കാർട്ടിലേജ് വഴി കണക്റ്റഡ് ആണ്, നേരിട്ട് കണക്റ്റഡ് അല്ല. ദെൻ ഫ്ലോട്ടിംഗ് റിബ്സ്, അവർക്ക് സ്റ്റേർണുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. വെൻട്രൽസ്, ഇതാണ് വെൻട്രൽ, ഇത് ഡോർസൽ. വെൻട്രൽ സൈഡ് അവർക്ക് എന്തില്ല? കണക്ഷൻസ് ഇല്ല. സോ വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് റിബ്സ്? ദേ ആർ ട്രൂ റിബ്സ് ഉണ്ട്, ഫാൾസ് റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ആദ്യത്തെ 7 പേഴ്സ് ട്രൂ റിബ്സ്, ഡയറക്ട്ലി കണക്ട് ടു സ്റ്റേർണം. ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു സ്റ്റേർണം വയ കാർട്ടിലേജ്, അതാരാണ്? ഫാൾസ് റിബ്സ്. എത്ര പേര്? 8, 9, 10 പേഴ്സ്. ആൻഡ് ഫൈനലി 11 and 12 പേഴ്സ് എന്നാണ്, ഒരു കണക്ഷൻ ഇല്ല സ്റ്റേർണുമായിട്ട്. ഫൈൻ. മൊത്തത്തിൽ എത്ര സ്കെൽറ്റനായി? ആക്സിസ് സ്കെൽറ്റനിൽ എത്ര ബോൺസ് ആയി? 80 ബോൺസ്. ബാക്കി എല്ലാ ബോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ. ബാക്കി എല്ലാ ബോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ. അപ്പെൻഡിക്കുലാർ സ്കെൽറ്റനിൽ നമ്മുടെ കൈയിലെയും കാലിലെയും ബോൺസിനെ വിളിക്കുന്ന പേരാണ് ലിംബോൺസ്. കൈയിലെയും
കാലിലെയും ബോൺസിനെ വിളിക്കുന്ന പേരാണ് ലിംബോൺസ്. ലിംബോൺസ് നമുക്ക് നോക്കാവേ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ നീളമുള്ള ഇവിടെയുള്ള ബോൺ ഉണ്ട്. ദിസ് ഈസ് യുവർ ഹ്യൂമറസ്. കയ്യിലെ ഏറ്റവും വലിയ ബോണാണ് ഹ്യൂമറസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോറാം വരുന്ന ഭാഗമല്ലേ, ഫോറാമിലെ ബോൺസ് ആണ് റേഡിയസും അൾനയും റേഡിയസും. ഓക്കെ, ദെൻ നമ്മുടെ ഇവിടെയുള്ള ബോൺസ് ഇല്ലേ, റിസ്റ്റിലുള്ള ബോൺസ് ആണ് കാർപ്പൽ ബോൺസ്. നമ്മുടെ ഒരു റിസ്റ്റില് 8 എണ്ണം ഉണ്ട്, 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. ദെൻ നമ്മുടെ കൈപ്പത്തിയിൽ വരുന്ന ബോൺസ് ഇല്ലേ, അവരെയാണ് മെറ്റാകാർപ്പൽ എന്ന് വിളിക്കുന്നത്. അത് 5 എണ്ണം ഉണ്ട്. ദെൻ ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പം. ഓരോ മടക്ക് നോക്കിയാൽ മതി. തമ്പിലിതേ ഒരു ഫലാഞ്ചൽ, രണ്ടാമത്തെ ഫലാഞ്ചസ്, 1 1 2 3 1 2 3 1 2 3 1 2 3. സോ തമ്പൊഴികെയുള്ള ബാക്കി എല്ലാ വിരലിലും എത്ര ബോൺസ് വെച്ചിട്ടുണ്ട്? തമ്പൊഴികെയുള്ള ബാക്കി എല്ലാ വിരലിലും എത്ര ബോൺസ് വെച്ചിട്ടുണ്ട്? 3. സോ 4 × 3 12. തമ്പിൽ എത്ര ഉണ്ട്? 2. സോ 40. ഫലാഞ്ചസ് 40. ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട് അപ്പർ ഫോർ ലിംബില്? 30 ബോൺസ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ലോവർ ലിംബിലെ ബോൺസ് ആണ്. ലോവർ ലിംബിലെ ഹ്യൂമറസിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന വലിയ ബോൺ, ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ബോൺ. ദാറ്റ് ഈസ് ദ ഫീമറിന്റെ താഴെ നമ്മുടെ നീക്യാപ്പ്, മുട്ടിന്റെ ചിരട്ട എന്നൊക്കെ പറയും. നീക്യാപ്പ് എന്ന് വിളിക്കുന്ന ബോണ്ട് പേരാണ് പറ്റല്ല. ദെൻ there are two bonds. ഇവരെ വിളിക്കുന്ന പേരാണ് ടിബിയയും ഫിബിലയും. തിക്കായിട്ടുള്ളത് ടിബിയ തിക്കാണ്, ഫിബില റിലേറ്റീവ്ലി തിന്നാണ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾസിലുള്ള ബോൺസിന്റെ പേരാണ് ടാർസൽസ്. 7 ഉള്ളൂ. കാർപ്പിൾസ് 8 ഉണ്ടെങ്കിൽ ഇയാൾ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. ദെൻ നമ്മുടെ ഫീറ്റിന്റെ അവിടെയുള്ള ബോൺസ് ആണ് മെറ്റാടാർസൽസ്, അത് 5 ഉണ്ട്. ഫലാഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തള്ളവിരലിൽ മാത്രം 2, ബാക്കി എല്ലാ ബോൺസിലും 3. സോ അവിടെയും 40. ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ഹൈലിംസിലെ ബോൺസ് ഏറ്റവും നീളമുള്ള ബോണ്ട് പേര് ഫീമർ, ദെൻ നീക്യാപ്പ്, ദെൻ ടിബിയയും അതുപോലെ തന്നെ ഫിബിലയും. തിക്കാണ് ടിബിയ, ഫിബില തിന്നാണ്. പറ്റില്ല, നമ്മൾ നീക്യാപ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ദെൻ നമ്മുടെ ആംഗിൾ ബോൺസ് ആണ് ടാർസൽസ്, 7 പേരുണ്ട്. മെറ്റാടാർസൽസ് 5 പേരുണ്ട്. ഫലാഞ്ചസ് 14 ഉണ്ട്. Now we are getting into girdles. Girdles എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേഡിൽസ് ലിംബോൺസിനെയും ഇടയിൽ ഗേഡിൽ വരുവേ, അതേപോലെ തന്നെ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനെയും കണക്ട് ചെയ്യും. എന്തുവാ ഗേഡിൽസ് ചെയ്യുന്നേ? ലിംബോൺസിനെയും ആക്സിയൽ സ്കെൽറ്റനെയും കണക്ട് ചെയ്യും. അവർക്കൊരു അറ്റാച്ച്മെന്റ് പോയിന്റ് കൊടുക്കും. അതാണ് ഗേഡിൽസ് ചെയ്യുന്നത്. നമ്മുടെ തോള്, ഈ ഒരു ഭാഗത്ത് വരുന്ന ഗേഡിലിനെ വിളിക്കുന്ന പേരാണ് പെക്ടോറൽ ഗേഡിൽ. ഷോൾഡറിനോട് ചേർന്ന് വരുന്ന ഗേഡിലിനെ വിളിക്കുന്ന പേരാണ് പെക്ടോറൽ ഗേഡിലിന് അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബോൺ ഉണ്ട്. ഇവിടെ ഷോൾഡർ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് സ്കാപ്പുല. നമ്മുടെ കോളർ ബോണിൽ ഇവിടെയുള്ള ബോൺ, ഈ കോളർ ബോണിനെ വിളിക്കുന്ന പേരാണ് ക്ലാവിക്കിൾ. സോ ക്ലാവിക്കിൾ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? സ്റ്റേണായിട്ട് കണക്റ്റഡ് ആണ്. ഇനിയും ഈ സ്കാപ്പുലയുടെ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിൽ കിടന്നാണ് ഹ്യൂമറസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഹ്യൂമറസ് ഈസ് അറ്റാച്ച് ടു ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഏത് ക്യാവിറ്റി? ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഒന്നുകൂടി പറയാം, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബോൺ ഉണ്ട്, ദാറ്റ് ഈസ് എ സ്കാപ്പുല. സ്കാപ്പുലയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. അതിലേക്ക് ഹ്യൂമറസ് വരുന്നു. അപ്പോൾ അതൊരു ജോയിന്റ് ആയിട്ട് മാറി, ഷോൾഡർ ജോയിന്റ് ആയിട്ട് മാറി. ദെൻ ഈ പറയുന്ന സ്കാപ്പുല എന്തിലേക്ക് കണക്റ്റഡ് ആണ്? ക്ലാവിക്കിലേക്ക് കണക്റ്റഡ് ആണ്. ക്ലാവിക്കിൽ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? സ്റ്റേണായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റേൺ അല്ലേ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റന്റെ ഭാഗമല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ പെൽവിക് റീജിയനിലേക്ക്, ഹിപ്പ് റീജിയനിലേക്ക് വരുന്ന സമയത്ത് there is a സിംഗിൾ ബോൺ. ഇതൊറ്റ ബോൺ ആണ്. ഈ സിംഗിൾ ബോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോക്സിൽ ബോൺ. കോക്സിൽ ബോൺസിന് 3 ഭാഗങ്ങളുണ്ട്. ഇലിയുണ്ട്, ഇഷ്യുണ്ട്, പ്യൂബിസ് ഉണ്ട്. ഇനി ഇവിടെയും ഒരു അറ്റാച്ച്മെന്റ് ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റാബുലം ക്യാവിറ്റി. അസറ്റാബുലം ക്യാവിറ്റിയിലേക്കാണ് ഫീമറിന്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഇലിയും ഇഷ്യം പ്യൂബിസിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് ബോണ്? കോക്സിൽ ബോൺ. ഇലിയും ഇഷ്യം പ്യൂബിസിനെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് ബോൺ എന്ന് പറയുന്നത്? കോക്സൽ ബോൺ. ഈ കോക്സൽ ബോണിലേക്ക് ഇലിയും ഇഷ്യം പ്യൂബിസ് 3 പേരുള്ള, അത് ഫ്യൂസ്ഡ് സ്ട്രക്ചർ ആണ്. എംബ്രിയോണിക് പീരീഡിലാണെങ്കിൽ 3 ആയിട്ട് ഇരിക്കും. ഈ ഫ്യൂസ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള കോക്സൽ ബോണിന് ഒരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റിനെയാണ് നമ്മൾ അസറ്റാബുലം ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ അസറ്റാബുലം ക്യാവിറ്റിയിലേക്കാണ് ഏത് ബോൺ വന്ന് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫീമർ. തൈ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമർ വന്നിട്ട് കണക്ട് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ 2 ബോൺസിന്റെ ഇടയിലേക്ക് 2 ബോൺ, ഒരു ബോണും വേറൊരു ബോണിനെയും
ഇടയിൽ കണക്ട് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിൻസ്. ഒരു ബോണിനെ വേറെ ബോണിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ജോയിൻസ്. ജോയിൻസ് 3 രീതിയിലുണ്ട്. നമ്മുടെ ബ്രെയിനിലൊക്കെയുള്ള ഈ സാധനം ഇല്ലേ, ബ്രെയിനിലെ ക്രേനിയൽ ബോൺസിന്റെ ഇടയിൽ മൂവ് ചെയ്യാത്ത ജോയിൻസ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ഫൈബ്രസ് ജോയിന്റ്. അവർ മൂവ് ചെയ്യത്തില്ല. മൂവ് ചെയ്യാത്ത ജോയിൻസിൽ വിളിക്കുന്ന പേരാണ് എന്ത് ജോയിൻസ്? ഫൈബ്രസ് ജോയിൻസ്. ഇനി നമ്മുടെ നട്ടല് വെർട്ടിബ്രെ കുറച്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, ഇച്ചിരിയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, ലിമിറ്റഡ് മൂവ്മെന്റ് ഉണ്ട്. അതിന് കാരണമായിട്ടുള്ള ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് കാർട്ടിലേജ് ജോയിന്റ്. സം മൂവ്മെന്റ് വരും, കുറച്ച് മൂവ്മെന്റ് വരും. ആൻഡ് ഫൈനലി ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇങ്ങനെ ഇട്ട് കറക്കാൻ പറ്റും, ഇറ്റ്സ് എ സൈനോവിയൽ ജോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് തമ്പ് ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് എ സൈനോവിയൽ ജോയിന്റ്. റിസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് എ സൈനോവിയൽ ജോയിന്റ്. സോ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ജോയിന്റ് പേര് സൈനോവിയൽ ജോയിന്റ്. അതിൽ ലൂബ്രിക്കന്റ് ആക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് സൈനോവിയൽ ജോയിന്റിലെ ഫ്ലൂയിഡിന്റെ പേരെന്താ? സൈനോവിയൽ ഫ്ലൂയിഡിന്റെ പേരെന്താണ്? സൈനോവിയൽ ഫ്ലൂയിഡ്. സോ there are 3 types of joint. which are the 3 types of joint? ഒരു മൂവ്മെന്റ് തരാത്ത ജോയിന്റ് പേര് ഫൈബ്രസ്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്യൂച്ചേഴ്സ്, ക്രേനിയൽ ബോൺസിന്റെ ഇടയിലുള്ളത്. ഇച്ചിരി മൂവ്മെന്റ് വരും, ഏത്? കാർട്ടിലേജ്, എക്സാമ്പിൾ വെർട്ടിബ്രേ. ആൻഡ് മാക്സിമം മൂവ്മെന്റ് വരുന്ന ഏതാണ്? സൈനോവിയൽ ജോയിന്റ്. ലൂബ്രിക്കന്റിന്റെ പേര് സൈനോവിയൽ ഫ്ലൂയിഡ്. ആൻഡ് ഫൈനലി ഈ ചാപ്റ്ററിലെ അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. വിച്ച് ആർ ഡിസോർഡേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടിപൊളിയായിട്ട് ഡിസോർഡേഴ്സും കൂടി പഠിച്ചിട്ട് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഫൈൻ. ആൻഡ് ഒരു ക്വസ്റ്റിനും ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൾസോ. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഡിസോർഡർ ആണ് മൈസ്തേനിയ ഗ്രാവിസ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിന്റെയും മസിലിന്റെയും ഇടയിലുള്ള ജംഗ്ഷൻ ആണല്ലോ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അത് ബ്ലോക്ക് ആയി പോകും. അത് ആന്റിബോഡീസ് വന്നിട്ട് ബ്ലോക്ക് ആയി പോകും. അപ്പം മസിലിന് എന്ത് ചെയ്യാൻ പറ്റൂല? ന്യൂറോൺ പറയും മസിലെ കോൺട്രാക്ട് ചെയ്യും, മസിൽ കോൺട്രാക്ട് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. കാരണം നമുക്ക് ഇവിടെയുള്ള ഫാരിങ്സിനോട് ചേർന്നുള്ള റീജിയനിലെ മസിൽസ് കോൺട്രാക്ട് ചെയ്താലേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് മൈസ്തേനിയ ഗ്രാവിസ്. ഇനി ജെനറ്റിക് ആയിട്ടുള്ള റീസൺസ് കാരണം മസിൽസ് നശിച്ചു പോകുന്ന രോഗത്തിന്റെ പേരാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ടെറ്റനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ലെവൽ കുറവായിരിക്കും, ലോ കാൽസ്യം ലെവൽ ആയിരിക്കും. ഈ ലോ കാൽസ്യം ലെവൽ കൊണ്ട് നമ്മുടെ മസിൽസ് ആണെങ്കിൽ റാൻഡം ആയിട്ട് കോൺട്രാക്ട് ചെയ്യും. അതിനെയാണ് സ്പാസം അല്ലെങ്കിൽ വൈൽഡ് കോൺട്രാക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പം ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് കുറച്ച് തണുപ്പൊക്കെയുള്ള മാസങ്ങളിലാണെങ്കിൽ, വെയിലധികം കിട്ടാത്ത മാസങ്ങളിലാണെങ്കിൽ നമ്മുടെ ബോഡിയിലാണെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അതിനൊരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കൂട്ടുന്ന ഒരു ഹോർമോൺ ഉണ്ട്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിൽ പഠിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഒരു വൈറ്റമിൻ ആണത്. അത് ഏത് വൈറ്റമിൻ ആണെന്ന് എന്നോട് പറയണ്ടേ. അതായത് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കൂട്ടുന്ന ഒരു ഹോർമോൺ ഉണ്ട്. വിച്ച് ഈസ് എ വൈറ്റമിൻ. ഏത് വൈറ്റമിൻ? അതാണ് ക്വസ്റ്റ്യൻ. വൈറ്റമിൻ എ ആണോ, വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഏതെങ്കിലും ആണോ, വൈറ്റമിൻ സി ആണോ, വൈറ്റമിൻ ഡി ആണോ, വൈറ്റമിൻ കെ ആണോ, ഏത് വൈറ്റമിൻ ആണെന്ന് എന്നോട് പറയണം. അതാണ് ക്വസ്റ്റ്യൻ. കമന്റിൽ ഇടൂല്ലേ, മറക്കല്ലേ, ഇടണം. ഓക്കെ ഫൈൻ, റെഡി. സോ അത് ഞാൻ തണുപ്പുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തോ കാരണം കൊണ്ട് ബോഡിയിൽ കാൽസ്യത്തിന്റെ അളവ് പറഞ്ഞാൽ ചില ദിവസം രാവിലെയൊക്കെ ഇങ്ങനെ കാലിങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെ ഒരു വേദന വരത്തില്ലേ. ദാറ്റ് വേദന ആൻഡ് കോൺട്രാക്ഷൻ ആൻഡ് അൺകൺട്രോൾ സ്പാസം ഈസ് എ മൈൽഡ് ടെറ്റനി. അത് സ്ഥിരമായിട്ട് വരികയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെറ്റനി ഉണ്ട്. എന്തിന്റെ അളവ് കുറയുന്നുണ്ട്? കാൽസ്യത്തിന്റെ അളവ് കുറയുന്നുണ്ട്. ദെൻ ആർത്രൈറ്റിസ്, അതേപോലെ തന്നെ ഗൗട്ട്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ആണ്. ഗൗട്ട് എന്ന് പറയുമ്പോൾ അവിടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ വരും. തെറ്റിക്കുന്ന ലാക്ടിക് ആസിഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വരും, ജോയിന്റ്സിൽ വരും. അതുകൊണ്ട് വരുന്ന ഇൻഫ്ലമേഷൻ, എനി ഇൻഫ്ലമേഷൻ, ആർത്രൈറ്റിസ്. അത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഗൗട്ട്. ദെൻ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയത്തേ ഉള്ളൂ. നമ്മുടെ ബോഡിയിലാണെങ്കിൽ ബോണിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയും. അപ്പൊ ബോണിന്റെ മാസ് കുറയും. പോറ് വരുമെന്ന് ആലോചിച്ചാൽ മതി, എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം ബോണിലുള്ള മാസ് കുറയും. അങ്ങനെ മാസ് കുറയുന്നത് കൊണ്ട് പെട്ടെന്ന് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കാരണം പ്രായം കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പ്രായം വരുന്നതനുസരിച്ച് സ്ത്രീകളിൽ മെനോപോസ് സംഭവിക്കുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കുറയത്തില്ലേ, ആ ഈസ്ട്രജന്റെ അളവ് കുറയുന്നതാണ് പലപ്പോഴും ഏജ് റിലേറ്റഡ് ആയിട്ട് വരാൻ കാരണം. സോ ഏതൊക്കെ രോഗം? മൈസ്തേനിയ ഗ്രാവിസ്, which is a blockage of neuromuscular junction. മസിൽ കോൺട്രാക്ട് ചെയ്യില്ല, പാരലൈസ് ചെയ്തിരിക്കും. മസ്കുലാർ ഡിസ്ട്രോഫി, ജനറ്റിക് ഡിസോർഡർ ആണ്, മസിൽ നശിച്ചു പോവും, അത് കാരണം പ്രശ്നം ഉണ്ടാവും. ദെൻ ടെറ്റനി, ബോഡിയിൽ ബ്ലഡില് കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ട് മസിൽ അൺകൺട്രോൾഡ് ആയിട്ട് കോൺട്രാക്റ്റീവ്, അതിനെ സ്പാസം എന്ന വൈൽഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കാം.
ആർത്രൈറ്റിസ് ആൻഡ് ഗൗട്ട്. ആർത്രൈറ്റിസ് ഈസ് എനി ഇൻഫ്ലമേഷൻ, അത് കൃത്യമായിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ കാരണമാണെങ്കിൽ വി കോൾ ഇറ്റ് ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ട് ആർത്രൈറ്റിസ്. ഓസ്റ്റിയോപൊറോസിസ് പ്രായം കൂടുന്നതനുസരിച്ച് പല കാരണങ്ങൾ കൊണ്ട് വരാം, എന്നാലും പ്രായം കൂടുന്നതനുസരിച്ച് സ്ത്രീകളിൽ ഈസ്ട്രജന്റെ അളവ് കുറയും മെനപ്പോസിന് ശേഷം. അപ്പം കാൽസ്യം ബോണിലുള്ളത് കുറയും, അതുവഴി ബോണിന്റെ ഡെൻസിറ്റി കുറയും, പെട്ടെന്ന് പൊട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓസ്റ്റിയോപൊറോസിസ്. അത് സ്ത്രീകൾക്ക് മാത്രം വരുമെന്ന് അർത്ഥമൊന്നുമില്ല, പുരുഷന്മാർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ടാറ്റ ബൈ. ആൻഡ് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ദെയർ, ഞാൻ അവിടെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബൈ.